ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് എവിടെയുള്ളത് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എടുത്ത് വലമ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു വയലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു ടീ ഷോപ്പ് ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു വയലിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു ടീ ഷോപ്പ് വരുന്നത്. നല്ല അടിപൊളി വൈബാണ്. ഞാനിതാ പാടത്തിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഞാൻ മുന്നേ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടിലുള്ള വയലും അവിടുത്തെ ചായക്കടയും ഒക്കെ. പക്ഷേ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വയലും പിന്നെ റോഡും, പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ, അത് ചെണ്ടുമല്ലിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി പക്ഷികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുള്ള സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വയൽ. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ 5:45 ആയിട്ടുണ്ട് കേട്ടോ, ഈവനിങ് ടൈം. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭയങ്കര അടിപൊളി ഒരു ഫീലായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ കാണുന്ന ചെണ്ടുമല്ലികളാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ചെണ്ടുമല്ലികളും പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂവൊന്നും പറിക്കരുത് എന്നൊക്കെ. സാധാരണ ഞാൻ പുറത്തൊക്കെ പോണ സമയത്ത് ഇതുപോലെ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ വിത്തോ കമ്പോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിച്ച് മേടിക്കും കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. പക്ഷേ ഇവിടുന്ന് എന്തായാലും എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. 2 ദിവസം മുന്നേ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് പാടത്തൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ചീവീടിൻ്റെയും തവളകളുടെയും വേറൊക്കെ പ്രാണികളുടെയൊക്കെ സൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ കണ്ട് നടന്ന് ഏകദേശം നമ്മുടെ ചായക്കട അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 8 മണി 9 മണി വരെയൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ രാത്രി. വന്ന ഉടനെ തന്നെ നമ്മൾ ചായക്കടയിൽ കയറാതെ ഈ റോട്ടിലൂടെ അങ്ങനെ നടക്കുമായിരുന്നു. അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് കാലായി ചായ എന്നാണ് കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി പഴയ ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നേ വരികയാണെങ്കിൽ ഈ പാടത്ത് നമുക്ക് ഈ ഞാറ് നടുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ പ്രായമായിട്ടുള്ള ഞാറാണ് കണ്ടത്തിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നേരെ ചായക്കടയിലേക്ക് പോവാണ്. ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ മേടിച്ചിട്ട് ഈ ഒരു പാടത്തിൻ്റെ സൈഡിൽ വന്നിരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. അപ്പം നമ്മളെന്തായാലും അവിടെ സീറ്റ് തപ്പി നടക്കുകയാണ്. എനിക്കിതുവരെ സീറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, നല്ല തിരക്കാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വിഭവമല്ല, സ്നാക്സുകളുണ്ട് ഇവിടെ. മെയിനായിട്ട് ചായയും അതുപോലെ സ്നാക്സും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കാറ്റൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല അടിപൊളിയാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും. ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ് കേട്ടോ. തൽക്കാലം നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയ ഷോപ്പാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലൈറ്റും പിന്നെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. നമ്മുടെ ചായയും എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട് ഗൈസ്, പറയൂ, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് തോന്നിയിട്ടോ. വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഫ്രണ്ട്സായിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചായയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കണേ. ഈ ഒരു ടീ ഷോപ്പിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പെരിന്തൽമണ്ണ വലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വലമ്പൂർ ഇതുപോലെ വേറെയും കുറേ സ്പെഷ്യലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഡാം പോലെ അങ്ങനെ എന്തൊക്കെയുണ്ട്. അവിടേക്ക് ഇപ്പോൾ ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ദിവസം അവിടെ പോയി കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ വേറെന്തോ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കണ്ടത് കേട്ടോ. ആ കാണുന്ന ഒരു റൗണ്ട് കാണുന്നുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ
അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ അതും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു കിണ്ണത്തപ്പം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇരുന്ന് കഴിക്കണം. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ പാടത്തിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ.